പൂര വിഷയത്തിൽ റിപ്പോർട്ട് കാണും മുമ്പ് കുറ്റവാളിയെ തീരുമാനിക്കുന്നത് ശരിയല്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കട്ടെ എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഞാനും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം മുഖ്യമന്ത്രി തന്നെ ഇന്നലെ തൃശ്ശൂരിൽ വ്യക്തമാക്കിയിട്ടുള്ളത്, മുഖ്യമന്ത്രിയുടെ ആഫീസിൽ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം അത് കണ്ടിട്ടില്ല. അദ്ദേഹം ഇന്ന് ആഫീസിൽ വന്നതിന് ശേഷം റിപ്പോർട്ട് പരിശോധിക്കുമെന്നാണ് ഇന്നലത്തെ തൃശ്ശൂരിലെ പൊതുയോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ട്. അതാണ് വാസ്തവം. അപ്പോൾ അത് വരാതെ ഇതിൻ്റെ മേലെ ഊഹാപോഹങ്ങൾ സൃഷ്ടിച്ച് പ്രചാരവേല സൃഷ്ടിച്ച് ആളുകളുടെ ഇടയിൽ ആശയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് രീതി ശരിയല്ലല്ലോ. അതുകൊണ്ട് ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് കാര്യങ്ങളൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നതല്ല. റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കട്ടെ. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് തന്നെ ഷീജ തുടരുകയാണ്. ഷീജ, അതായത് ഈ പൂരം സംബന്ധിച്ച് പല കോണുകളും പലതും ഉയർത്തുന്നുണ്ട്. ആ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും ഒടുവിലത്തെ വാർത്താ സമ്മേളനം 1.5 മണിക്കൂറോളം നീണ്ട് വിശദമായി വിശദീകരിച്ച വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ 24-ന് മുമ്പ് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. സ്വാഭാവികമായും അതേ സംബന്ധിച്ച് സമയം നീട്ടിച്ചോദിക്കുന്ന ആ അർത്ഥത്തിൽ തന്നെ റദ്ദാവുകയാണ്. അത് മുഖ്യമന്ത്രിയുടെ വാക്കുകളും സൂചിപ്പിക്കുന്നതാണ്. ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് കൈമാറുമ്പോൾ അതിനുശേഷമായിരിക്കും അതിന്മേലുള്ള നടപടികൾ, അത് പരിശോധിച്ച ശേഷമായിരിക്കും ഉണ്ടാവുക. അതാണ് TP രാമകൃഷ്ണൻ പറയുന്നത്. ഒരു ആധുനിക സമൂഹം എന്ന നിലയിൽ ആ അർത്ഥത്തിൽ മാത്രമേ നമുക്ക് കാര്യങ്ങളെ കാണാനാകൂ. തീർച്ചയായും അജിംഷാദ്, ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. കാരണം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നമുക്കറിയാം, നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഈ പറയുന്നത് പോലെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ് ഏത് രീതിയിലാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ, അതായത് ആ ഒരു വിഷയം ഉണ്ടായപ്പോൾ തന്നെ അതിൽ അന്വേഷണം അടിയന്തരമായി തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള മേൽനോട്ടം മുഖ്യമന്ത്രിയുടെ ഓഫീസും, അതായത് ഈ അന്വേഷണം കൃത്യമായ രീതിയിൽ പൂർത്തിയാക്കി നൽകണം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസും നിരന്തരം ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സമയം നീട്ടി നൽകണം എന്നൊരു ആവശ്യം അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ സമയം ആ രീതിയിൽ ഈ വിഷയത്തിൽ നീട്ടി നൽകാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് അത് മുഖ്യമന്ത്രി സ്വീകരിക്കുകയായിരുന്നു. അതിനൊപ്പം തന്നെയാണ് അദ്ദേഹം ഈ മാസം 24-ന്, അതായത് ഇന്ന്, ഇതിനു മുൻപായി തന്നെ ആ റിപ്പോർട്ട് നൽകേണ്ടതാണ് എന്നുള്ള കാര്യം പറയുന്നത്. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ ADGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം റിപ്പോർട്ട് DGPക്ക് കൈമാറിയിരുന്നു. ഏതായാലും DGP റിപ്പോർട്ട് പരിശോധിച്ച് അതിന്മേലുള്ള DGPയുടെ ശുപാർശകൾ കൂടി ചേർത്താണ് ഇപ്പോൾ ഏതായാലും ഇന്ന് മുഖ്യമന്ത്രിക്ക് ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള വാർത്തകൾ പലതരത്തിൽ പല മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിലും ഇന്നലെ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചു. അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റിപ്പോർട്ട് തൻ്റെ കയ്യിൽ ലഭിച്ചിട്ടില്ല, ആ റിപ്പോർട്ട് നാളെ താൻ ഓഫീസിലെത്തുമ്പോൾ മാത്രമായിരിക്കും തനിക്ക് റിപ്പോർട്ട് ലഭിക്കുക എന്നുള്ള കാര്യം ഇന്നലെ തൃശ്ശൂരിൽ വെച്ച് ഉള്ള പരിപാടിയിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഊഹാപോഹങ്ങളാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ടിൻ്റെ കണ്ടെത്തൽ എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടി അത് ഏതായാലും സർക്കാർ ഉറപ്പാക്കും എന്നുള്ളതിൽ ആർക്കും സംശയം വേണ്ട എന്നുള്ള കാര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അത് പരിശോധിച്ച് അതിനുശേഷമായിരിക്കും അതിലേതായാലും തുടർ നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും. തീർച്ചയായും അത് തന്നെ TP രാമകൃഷ്ണൻ തന്നെ LDF കൺവീനർ തന്നെ അത് സൂചിപ്പിക്കുന്നു. നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല ഈ സംഭവത്തെ സംബന്ധിച്ച്, ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ആധികാരികമായി ഔദ്യോഗികമായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതേ സംബന്ധിച്ച് പ്രതികരിക്കുന്നത്? അപ്പോൾ അങ്കിതിൻ്റെ വീഴ്ചയാണ് ഇതിലേക്ക് നയിച്ചത്, അങ്ങനെ ADGPയുടെ റിപ്പോർട്ട് അത്തരത്തിലാണ്, ഇത്തരത്തിലുള്ളത് മാധ്യമ വാർത്തകൾ മാത്രമാണ്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അർത്ഥത്തിൽ നമുക്ക് ഒരു ആധികാരികമായ ചർച്ചയോ അല്ലെങ്കിൽ ആധികാരികമായ വിശദാംശങ്ങളിലേക്കോ പോകാനാകില്ല. പക്ഷേ എന്തായിരുന്നാലും നമുക്ക് പരിശോധിക്കാവുന്ന പൊതുവായ ചില കാര്യങ്ങളുണ്ട് ഷീജ. കാരണം ഈ പൂരം നടക്കുന്നതിന് മുമ്പായുള്ള കോടതിയുടെ വിധി, അതായത് ആനകളെ നിർത്തുന്നതിൽ മറ്റ് ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ ആനയുമായി ബന്ധപ്പെട്ട് അതായത് വിചിത്രമെന്ന് തോന്നാവുന്ന കോടതിയുടെ വിധിയൊക്കെ ഉണ്ടായിരുന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് പൂരം നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ പോലീസിന് സംഭവിച്ച വീഴ്ചകളൊക്കെ ഒരുപക്ഷെ ഈ റിപ്പോർട്ടിൽ പ്രതിഫലിച്ചേക്കാം, നമുക്കറിയില്ല എങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ സമഗ്രതയിൽ ഈ കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. കേവലം ഇപ്പോൾ ചില കക്ഷികളുടെ മുഖപത്രങ്ങളൊക്കെ എഴുതുന്നത് പോലെയുള്ള ഒരു വിമർശനം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്താനാകില്ല. അത് LDF കൺവീനർ തന്നെ സൂചിപ്പിക്കുന്നതുമാണ് ഷീജ.
തീർച്ചയായും അജിംഷാദ്, അതിൽ ആ രീതിയിലൊരു റിപ്പോർട്ട് തയ്യാറാക്കുവാൻ സാധിക്കില്ല. അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഈ വിഷയത്തിൽ ഉള്ള റിപ്പോർട്ട് പോലീസിന് തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സർവ്വതലവും നോക്കി അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ച് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് ആ രീതിയിൽ തന്നെയാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ADGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അതിൻ്റെ പരിശോധനകൾ, അന്വേഷണം ഒക്കെ നടത്തിയിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ തെളിവ് ശേഖരണം ഉൾപ്പെടെ നടത്തിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആർക്കാണ് വീഴ്ച പറ്റിയത് എന്നത് സംബന്ധിച്ചുള്ള കണ്ടെത്തൽ എന്താണോ ആ റിപ്പോർട്ടിലുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടി ഉറപ്പാണ് എന്നുള്ള കാര്യം നേരത്തെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വശങ്ങളും, പ്രത്യേകിച്ച് കോടതിയുടെ നിർദ്ദേശം, അതിനൊപ്പം തന്നെ അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം അന്വേഷണം പൂർത്തിയാക്കി ഇപ്പോൾ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. തീർച്ചയായും. കാരണം ഇപ്പോൾ അങ്കിതിൻ്റെ പരിചയക്കുറവാകാം, അല്ലെങ്കിൽ ADGPക്ക് ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, ADGP ഡ്യൂട്ടിയിലുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ലീവിലായിരുന്നോ, ഓഫിലായിരുന്നോ, ഇതുമായി ബന്ധപ്പെട്ട അത്തരം വീഴ്ചകളൊക്കെ ഒരു പക്ഷേ റിപ്പോർട്ട് പരിശോധിക്കും. ഈ ലഭിച്ച റിപ്പോർട്ട് അതുപടി മാത്രം സർക്കാർ എടുക്കുകയുമില്ല. അതിനെക്കുറിച്ച് സർക്കാർ ആധികാരികമായി തന്നെ പരിശോധിച്ച് ഈ റിപ്പോർട്ടിൻ്റെ എന്തെങ്കിലും വീഴ്ച ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അതുകൂടി സമഗ്രമായി കണക്കിലെടുത്ത് മുമ്പോട്ട് പോകുന്ന രീതിയാകും. പക്ഷേ എന്തായിരുന്നാലും ഇന്ന് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം പരിശോധിച്ച ശേഷം മാത്രമേ സർക്കാരിന് നടപടികൾ ഈ വിഷയത്തിൽ എടുക്കാനാകൂ എന്നത് തന്നെയാണ് സർക്കാർ വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ LDF കൺവീനറും സൂചിപ്പിച്ചത് അത് തന്നെയാണ്. തീർച്ചയായും അജിംഷാദ്, ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ സമഗ്രമായ പരിശോധന അത് ഈ ADGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. ആ അന്വേഷണം പൂർത്തിയാക്കിയാണ് അവർ കഴിഞ്ഞ ദിവസം DGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. DGP ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ DGPയുടെ ശുപാർശ കൂടി ചേർത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുക. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ റിപ്പോർട്ടും DGPയുടെ ശുപാർശയും അടക്കം സമഗ്രമായി പരിശോധിച്ച് തന്നെയായിരിക്കും ഇതിൽ തുടർ നടപടിയിലേക്ക് കടക്കുക. ഏതായാലും എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കാര്യത്തിൽ കൂടുതൽ വ്യക്തത മുഖ്യമന്ത്രി റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം തന്നെയായിരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടിയും അതിൻ്റെ ഭാഗമായി എത്രയും വേഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. തീർച്ചയായും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം വളരെ വിചിത്രമെന്ന് തോന്നാവുന്ന കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പൂരം പോലെ, കാരണം പൂരം കാലാകാലങ്ങളായി ഒരു ജനതയുടെ വലിയ ആഘോഷമായി കൊണ്ടാടുന്ന ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ക്രമീകരണങ്ങൾക്ക് നിയതമായ ഒരു നിയന്ത്രണം ഇതിനപ്പുറത്തേക്ക് ചെയ്യുന്നത് ഒരുപക്ഷെ സംഘർഷത്തിനുള്ള ഒരു സമ്മർദ്ദം തന്നെ അവിടെ രൂപപ്പെടുത്തും. കോടതിയുടെ വിധി ഇറ്റ്സെൽഫ് അത്തരത്തിൽ തന്നെ ഒരു വിചിത്രമായിരുന്നു എന്ന അർത്ഥത്തിൽ മാധ്യമങ്ങൾ പോലും അന്ന് ആഘോഷിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഇത് നടത്തുന്നതിനുള്ള പരിമിതി ഉദ്യോഗസ്ഥർക്കുണ്ട് എന്നതുകൂടി ഈ പശ്ചാത്തലത്തിൽ നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. പക്ഷേ റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ടിനെ സംബന്ധിച്ച് ആധികാരികമായി സർക്കാർ പഠിച്ചൊരു റിപ്പോർട്ട് അതേ സംബന്ധിച്ചൊരു നിലപാടിലേക്ക് എത്തട്ടെ, അല്ലെങ്കിൽ നടപടിക്രമങ്ങളിലേക്ക് എത്തട്ടെ. അതുതന്നെയാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്, അല്ലേ ഷിജ? അതെ, ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ തന്നെ ഇതിൽ ആരുടെ ഭാഗത്ത് നിന്നാണ് എന്ത് തരത്തിലുള്ള വീഴ്ചയാണ് ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഏതായാലും കാര്യങ്ങൾ വ്യക്തമല്ല. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ കോടതിയുടെ വിധി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം, പ്രത്യേകിച്ചും കോടതിയിൽ നിന്ന് വന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ പൂരത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി നടത്തിയൊരു പൂരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് രീതിയിലാണ് ഇതിൽ ഏത് ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവരിക്കണമെങ്കിൽ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി ഇന്നിപ്പോൾ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അദ്ദേഹം കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തി അതിലുള്ള തുടർ തീരുമാനം പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയും ഉണ്ടാകുന്നതായിരിക്കും. അജിംഷാദ്. തീർച്ചയായും. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ADGPയുടെ റിപ്പോർട്ട് ഇന്ന് DGP മുഖ്യമന്ത്രിക്ക് കൈമാറും. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്.